നമസ്കാരം, ഞാൻ ഷോണിമ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. VSന് അതൃപ്തി. സെക്രട്ടേറിയറ്റിൽ ഓഫീസ് വേണമെന്ന ആവശ്യം സർക്കാർ നിരസിച്ചതിന് പിന്നാലെ അതൃപ്തി അറിയിച്ച സ്പീക്കർക്ക് VSന്റെ കത്ത്. ക്യാബിനറ്റ് പദവി ഉണ്ടായിട്ടും തനിക്ക് പ്രത്യേക മുറിയോ സൗകര്യങ്ങളോ നൽകുന്നില്ല. നിയമസഭയിൽ വിശ്രമിക്കാൻ സൗകര്യമില്ലെന്നും VS അച്യുതാനന്ദൻ. അതേസമയം ഭരണപരിഷ്കാര കമ്മീഷൻ ഓഫീസ് സെക്രട്ടേറിയറ്റിൽ വേണമെന്ന VSന്റെ ആവശ്യം പരസ്യമായി തള്ളി സർക്കാർ. IMG കെട്ടിടത്തിൽ VSന്റെ ഓഫീസ് പ്രവർത്തിച്ചു തുടങ്ങിയതായി നിയമസഭയിൽ മുഖ്യമന്ത്രി. കമ്മീഷന്റെ പ്രവർത്തന ചെലവ് കണക്കാക്കിയിട്ടില്ലെന്നും പിണറായി. തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ട്. കാവേരി പ്രശ്നത്തിൽ മുൻ നിലപാട് ആവർത്തിച്ച് കർണാടകം. തമിഴ്നാടിന് വെള്ളം വിട്ടു നൽകാനാകില്ലെന്ന് സുപ്രീംകോടതിയിൽ വീണ്ടും ഹർജി. ജലദൗർലഭ്യം കണക്കിലെടുത്ത് ഡിസംബർ വരെ അധിക ജലം നൽകാനാകില്ലെന്നും നിലപാട്. തമിഴ്നാടിന്റെ ആവശ്യം പരിഗണിച്ച് നാളെ വരെ 6000 ഘനയടി വെള്ളം നൽകാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ വിധി അനുസരിക്കാൻ തയ്യാറാകാത്ത കർണാടകം തുടർ നടപടിക്കായി കോടതിയെ സമീപിക്കുകയായിരുന്നു. തെളിവുമായി വിജിലൻസ്. കോഴിക്കമ്പനിക്ക് നികുതി ഇളവ് നൽകിയ കേസിൽ KM മാണിക്കെതിരെ ശക്തമായ തെളിവുകളുമായി വിജിലൻസ്. നിയമം ലംഘിച്ച തോംസൺ ഗ്രൂപ്പിന് മാണി നൽകിയത് 64 കോടിയുടെ നികുതി ഇളവെന്ന് അന്വേഷണ സംഘം. മാണിയുടെ നടപടി 5 ലക്ഷത്തിൽ കൂടുതൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രിക്ക് മാത്രം അധികാരമുള്ളപ്പോൾ ക്രമക്കേട് തെളിയിക്കുന്ന രേഖകൾ വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം FIR റദ്ദാക്കണമെന്ന മാണിയുടെ ഹർജി പരിഗണിക്കുന്നത് കോടതി അടുത്ത മാസം 4 മാറ്റി. സ്വാശ്രയത്തിൽ സ്തംഭിച്ച്. സ്വാശ്രയ പ്രശ്നത്തിൽ കലങ്ങി നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് തെറ്റുപറ്റി. ഫീസ് വർധന പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല. ഫീസ് വർദ്ധിപ്പിച്ചതിൽ വിദ്യാർത്ഥികൾക്കോ രക്ഷിതാക്കൾക്കോ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് ആരോഗ്യമന്ത്രി. ഫീസ് കൂട്ടിയതിലൂടെ മെറിറ്റ് സീറ്റ് കൂടുതൽ ലഭിച്ചെന്നും മറുപടി. സ്വാശ്രയ പ്രശ്നത്തിൽ നിരാഹാരം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. കറക്കി വീഴ്ത്തി ഇന്ത്യ. 500ാം ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര ജയം. ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത് 197 റൺസിന്. ഇന്ത്യയുടെ 434 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസ് 236 പുറത്ത്. 2 ഇന്നിംഗ്സുകളിലായി അശ്വിന് 10 വിക്കറ്റ്. 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിൽ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2880 രൂപ. പവൻ 23040 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 ശ്രീകുട്ടി ശ്രീകുമാർ ചേരും. നമസ്കാരം.